ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. ഹോളിവുഡ് വൈബിൽ അമൽ നീരദിന്റെ പുതിയ പടം സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. അമൽ നീരദ് സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ. ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാണ് സംവിധായകൻ അമൽ നീരദ് പുള്ളിക്കാരൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും മികച്ച സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ പേര് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭീഷ്മ പർവം എന്ന് പറയുന്ന ഒരു പടത്തിന് ശേഷമാണ് അമൽ നീരദ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിലെ മെയിൻ ആയിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ, അതേപോലെ തന്നെ ഫഹദ് ഫാസിൽ തുടങ്ങിയവരൊക്കെയാണ്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഷിൻ ശ്യാം പുള്ളിക്കാരനാണ്. ബിലാൽ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം, അതിന് മുന്നേ ബൊഗൈൻ വില്ല എന്ന് പറയുന്ന ഈ ഒരു സിനിമ എത്തുമെന്നുള്ള കാര്യം ഷുവറാണ്. ആ കാംക്ഷയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ അമൽ നീരദ് സിനിമ പ്രഖ്യാപിച്ചു. സിനിമയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ഷറഫുദ്ദീൻ, ജ്യോതിർമയി, ശ്രിൻഡ, വീണ നന്ദകുമാർ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. അപ്പോൾ അമൽ നീരദ് തന്നെയാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉദയ പിക്ചേഴ്സും സംയുക്തയുമാണ് ഈ ഒരു കോ പ്രൊഡ്യൂസേഴ്സ് ഈ ഒരു സിനിമയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ബൊഗൈൻ വില്ല എന്ന് പറയുന്ന ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഫഹദ് ഫാസിലായാലും ചാക്കോച്ചനായാലും ഇവരുടെയൊക്കെ ആ ഒരു പോസ്റ്ററിൽ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിന് വേണ്ടി. നിങ്ങൾ ഈ ഒരു ബൊഗൈൻ വില്ല എന്ന് പറയുന്ന ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് കൽക്കി എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ട്രെയിലർ വേറെ ലെവൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭാസിൻ്റെ ചില സ്റ്റൺസ് കാര്യങ്ങളൊക്കെ കിടിലം തന്നെയായിരുന്നു. അപ്പോൾ ഒരു ട്രെയിലറിൽ എടുത്ത് പറയേണ്ടത് കൽക്കി സിനിമയുടെ ഒരു ട്രെയിലർ വന്നതിന് ശേഷം വളരെയധികം ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഉലക നായകൻ കമലഹാസൻ, പുള്ളിക്കാരൻ്റെ മേക്ക് ഓവർ ആണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിക്കുന്നത്. കൽക്കി 2898 AD വലിയ താരനിര തന്നെ ഭാഗമാകുന്ന ഈ ഒരു കൽക്കി സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി, ശോഭന ഉൾപ്പെടെയുള്ളവരൊക്കെയാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഒരു ട്രെയിലറിൽ പ്രഭാസിനൊപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്, അതായത് വളരെയധികം ട്രെൻഡിങ് ആവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കമലഹാസന്റെ ആ ഒരു കഥാപാത്രമാണ്. പുള്ളി കുറച്ചു നേരമേ ഈ ഒരു ട്രെയിലറിലുള്ളൂ, എന്നാലും ഉള്ള ഭാഗങ്ങളൊക്കെ കിടിലൻ തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്ത് ഞെട്ടിക്കുന്ന മേക്ക് ഓവറിലാണ് താരം ട്രെയിലറിൽ വരുന്നത്. നിരവധി പേരുണ്ടെങ്കിലും ട്രെയിലറിലെ ഷോ സ്റ്റീലർ ഈ കഥാപാത്രം തന്നെയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആരാധകരും മറ്റു ആൾക്കാരും മിക്കവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് കമൽ ഹാസൻ എത്തുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കൽക്കി സിനിമയുടെ ആ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ ഒരു കൽക്കി ട്രെയിലറിൽ കമലഹാസൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പ് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചും നിങ്ങളൊന്ന് പറയുക. സോ ഗൈസ്, ഇനി കൽക്കി എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ ആര് വിതരണത്തിനെത്തിക്കും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. പ്രഭാസിന്റെ കൽക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ ദുൽഖർ സൽമാൻ കേരളത്തിലേക്ക് എത്തിക്കും. പ്രഭാസിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കി 2898 AD എന്ന് പറയുന്ന ഈ ഒരു സിനിമ ദുൽഖർ സൽമാന്റെ വേഫെറർ ഫിലിംസ് കേരളത്തിലേക്ക് എത്തിക്കുന്നു. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ അശ്വനി ദത്ത് നിർമ്മിക്കുന്ന പ്രഭാസ് നാഗശ്വിൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൽക്കി 2898 AD കേരളത്തിലെ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വേഫെറർ ഫിലിംസ് വിതരണത്തിനെത്തിക്കും. ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ചിത്രമായിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന ഈ ഒരു പടം ദുൽഖർ സൽമാൻ വിതരണത്തിനെത്തിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ കൂട്ടായ്മ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിന് ശേഷം സിനിമയ്ക്ക് മേൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ദുൽഖറിന്റെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായ സീതാരാമം എന്ന് പറയുന്ന ഒരു പടം നിർമ്മിച്ചതും വൈജയന്തി മൂവീസ് ആയിരുന്നു. കൽക്കി 2898 ADക്കായി ഇരുവരും വീണ്ടും ഒന്നിക്കുകയാണ്. ജൂൺ 27 ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിൽ ദീപിക പദുക്കോൺ സിനിമയിൽ പ്രഭാസിന്റെ നായികയായിട്ട് എത്തുന്നുണ്ട്. അമിതാഭ് ബച്ചനും കമൽ ഹാസനും ഈ ഒരു സിനിമയിൽ മറ്റു സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കൽക്കി സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയണേ. രജനികാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വേട്ടയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് വേട്ടയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ OTT റൈറ്റ്സ് വൻ തുകയ്ക്ക് സ്വന്തമാക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രജനികാന്തിന്റെ ആരാധകരും മറ്റു സിനിമാ പ്രേമികളുമെല്ലാം തന്നെ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് വേട്ടയ്യൻ എന്ന് പറഞ്ഞൊരു സിനിമ.
TJ ജ്ഞാനവേലാണ് ഈ ഒരു പടം സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വേട്ടയ്യൻ്റെ OTT അവകാശം വൻ തുകയ്ക്ക് വിറ്റുവെന്നാണ് വിവരം. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ ഒരു സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സമീപകാലത്ത് ഇറങ്ങിയ രജനികാന്ത് ചിത്രങ്ങളിൽ ഏറ്റവും കൂടിയ OTT തുകയ്ക്കാണ് ഈ ഒരു സിനിമ വിറ്റുപോയിരിക്കുന്നത്. TJ ജ്ഞാനവേലി സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിട്ടുള്ള ജയ് ഭീം നേരിട്ട് ആമസോൺ വഴിയായിരുന്നു OTT റിലീസായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എന്നിരുന്നാൽ പോലും ഈ ഒരു വേട്ടയൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക. ദളപതി വിജയുടെ ആദ്യ 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു തുപ്പാക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് റിലീസായിട്ട് എത്തുകയാണ്. റിലീസ് സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ സിനിമ എന്ന് പറയുന്നത് ദളപതി വിജയുടെ ചിത്രമായിട്ടുള്ള ഗില്ലി ആയിരുന്നു. ഇപ്പോഴിതാ ദളപതി വിജയുടെ 50ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മറ്റു പല ഹിറ്റ് ചിത്രങ്ങളും റിലീസിന് ഒരുങ്ങുകയാണ്. പോക്കിരി വില്ല് തുടങ്ങിയ സിനിമകൾ വിജയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്ന വിവരം നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ നിരയിലേക്ക് മറ്റൊരു ചിത്രം കൂടി എത്തുകയാണ്. AR മുരുകദോസിന്റെ രചനയിലും സംവിധാനത്തിലും 2012 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തുപ്പാക്കി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമയാണ് ഇപ്പോൾ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ക്യാപ്റ്റൻ ജഗദീഷ് ധനപാൽ എന്ന ആർമി ഉദ്യോഗസ്ഥനായിട്ട് വിജയ് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ ആദ്യ 100 കോടി ചിത്രം കൂടിയായിരുന്നു. ദളപതി വിജയുടെ പിറന്നാൾ തലേന്ന്, അതായത് ജൂൺ 21 വേൾഡ് വൈഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗൈസ് ആരൊക്കെയാണ് ഈ ഒരു തുപ്പാക്കി പടത്തിന് വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്? ഗൈസ് ഞാൻ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എന്ന് പറയുന്നത് എനിക്ക് ദളപതി വിജയുടെ സിനിമകളിൽ തുപ്പാക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ വളരെ വളരെ ഫേവറേറ്റ് ആണ് എൻ്റെ. നിങ്ങൾ ഈ ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ പറയുക. അമ്പാൻ നായകൻ, രംഗണ്ണൻ നിർമ്മാണം, സംവിധാനം ചെയ്യുന്നത് ആവേശം സിനിമയിലെ ഹോസ്റ്റൽ വാർഡനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ശ്രീജിത്ത് ബാബു. ജിത്തു മാധവന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിൽ ആവേശം സിനിമയിൽ അമ്പാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സജിൻ ഗോപു എന്ന് പറയുന്ന പുള്ളിക്കാരൻ നായകനായിട്ട് എത്തുകയാണ്. ഫഹദ് ഫാസിലും അതേപോലെ തന്നെ ജിത്തു മാധവനും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. അനശ്വര രാജനാണ് ഈ ഒരു സിനിമയിൽ നായിക എന്ന് പറയുന്നത്. ആവേശം സിനിമയിൽ കോളേജ് ക്ലർക്കായും ഹോസ്റ്റൽ നടത്തിപ്പുകാരനായിട്ടൊക്കെ വേഷമിട്ടിട്ടുണ്ടായിരുന്ന ശ്രീജിത്ത് ബാബു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു ലേറ്റസ്റ്റ് മൂവിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. അമ്പാൻ പുള്ളിക്കാരൻ്റെ നെക്സ്റ്റ് ഗെറ്റപ്പ് എന്തായിരിക്കും, അതായത് സജിൻ ഗോപു അദ്ദേഹത്തിൻ്റെ വേറെ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ന്യൂസ് എന്ന് പറയുന്നത്. ദളപതി വിജയെ നായകനാക്കി വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. പടത്തിന്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോട്ട് പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ അധികം വൈകാതെ തന്നെ നമ്മളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധികം ലാഗ് ഇല്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നതായിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോട്ട് സിനിമയിൽ നമുക്കറിയാം 2 ദളപതി വിജയ് എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ അതിൽ ഏജ്ഡ് ആയിട്ടുള്ള ദളപതി വിജയുടെ ഗെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ദളപതി വിജയ് കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ സിനിമയിൽ. പുള്ളിക്കാരനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് കിടിലൻ വേറെ ലെവലായിരിക്കും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇത് ഒഫീഷ്യലി പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഇതൊക്കെ ഒരു ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ്സിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ദളപതി വിജയുടെ ഏജ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് കിടിലൻ സ്റ്റോറി ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, സോ ഗൈസ് നിലവിൽ ഗോട്ട് സിനിമയുടെ തീമിനെ കുറിച്ച് ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. സംഭവം അതായത് 2004 മോസ്കോ മെട്രോ ബോംബിങ്ങിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്ത ഒരു പക്ക ത്രില്ലറാണ് ഗോട്ട്. തിരക്കേറിയ ഒരു സബ്വേയിൽ ഒരു സൂയിസൈഡ് ബോംബ് പൊട്ടിത്തെറിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുന്നു. സോ ഈ ഒരു സംഭവം ഇതിന് കാരണക്കാർ ആരാണോ അവരെ തേടി കണ്ടുപിടിക്കുന്നതായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ് ഈ ഒരു ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് നിലവിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, പടത്തിൻ്റെ സ്റ്റോറി ഇത് തന്നെയാണെന്ന് യാതൊരു ഉറപ്പും ഇല്ല. നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കിട്ടി, അത് നമ്മൾ നിങ്ങളെ അറിയിച്ചു, അത്ര തന്നെ. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ബാക്കിയെല്ലാം തന്നെ ഈ ഒരു ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ.
എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗോട്ട് എന്ന് പറയുന്ന പടത്തിന് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവർ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രയും മൂവി അപ്ഡേറ്റ്സുകളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, അതേതെന്ന് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റും വേണ്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെയായാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.